ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു മത്തങ്ങ എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ കട്ട് ചെയ്ത ഈ മത്തങ്ങ ആണെങ്കിൽ നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് 2-3 കൊച്ചുള്ളി എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇടണം. എന്നിട്ട് മത്തങ്ങ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഞാനാണെങ്കിൽ ഒരു 1.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുക്കറിൽ വേകാൻ വെക്കണം. ഈ നേരത്ത് നമ്മളൊരു ചെറിയൊരു ജാർ എടുക്കുക. എന്നിട്ട് കുറച്ച് തേങ്ങ അതിൻ്റെ അകത്തോട്ട് ഇടുക. എന്നിട്ട് 2-3 വെളുത്തുള്ളിയും ഒരു പച്ചമുളക്, കുറച്ച് ജീരകം ഇടുക. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി 1-1.25 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. കുക്കർ 3-4 വിസിലൊക്കെ കേൾക്കുമ്പോൾ തുറന്ന് നോക്കുക. അപ്പം മത്തങ്ങ നല്ല രീതിയിൽ വെന്തുടഞ്ഞിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്തോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പൊഴിക്കുക. ഗ്യാസിലൊരു 10-15 മിനിറ്റ് വെച്ച് ചൂടാക്കുക. ഇനി കടുക് വറുക്കാനുള്ള പാൻ എടുത്ത് വെക്കുക. എന്നിട്ട് ആവശ്യമായിട്ടുള്ള എണ്ണ ആഡ് ചെയ്യുക. എണ്ണ ചൂടായി വരുമ്പം ആവശ്യത്തിന് വേണ്ടിയിട്ട് കടുക് ആഡ് ചെയ്യുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ മുന്നേ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇടുക. കൊച്ചുള്ളി ഇട്ടതിന് ശേഷം പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്യുക. വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളക് ഇടുക. വറ്റൽമുളക് ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. എന്നിട്ട് നല്ല രീതിയിൽ വഴറ്റി തേങ്ങ ആഡ് ചെയ്യുക. തേങ്ങയാണെങ്കിൽ ഓപ്ഷണലാണ്, പക്ഷേ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ല രീതിയിൽ വഴറ്റുക. എന്നിട്ട് മുന്നേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഗ്രേവിയിലോട്ട് സംഭവം ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ട് ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചാനൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, വെറുതെ ഒന്ന് തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന റെസിപ്പീസൊക്കെ എടുത്ത് ഷെയർ ചെയ്യുകയാണ്, അല്ലാതെ ഇതിന് വേണ്ടിയിട്ടൊരു സെറ്റപ്പ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടല്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ കാണും. പിന്നെ ക്യാമറ ഹാൻഡ്ലിംഗ് ആണെങ്കിലും നോർമൽ ക്യാമറ വെച്ചിട്ട് ഒറ്റയ്ക്കൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ